LDFിൻ്റെ ന്യൂനപക്ഷ പ്രണയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിക്ക് കാരണമെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയ്ക്ക് കടുത്ത ഭാഷയിൽ മറുപടിയുമായി സമസ്ത. SNDP യോഗത്തെ ഹൈജാക്ക് ചെയ്യുന്നതിലൂടെ RSSന് ഒളിസേവ ചെയ്യുകയാണ് വെള്ളാപ്പള്ളി നടേശനെന്നായിരുന്നു സമസ്ത തങ്ങളുടെ മുഖപത്രത്തിൻ്റെ എഡിറ്റോറിയലിൽ എഴുതിയത്. LDFും UDFും രാജ്യസഭാ സീറ്റുകൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വിളമ്പി എന്ന പ്രയോഗം നേരത്തെ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈഴവർക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ കവർന്നെടുക്കുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത SNDP യോഗം ജനറൽ സെക്രട്ടറി കൂടിയായ വെള്ളാപ്പള്ളി നടേശനുണ്ടെന്നും അത് ചെയ്യാതെ സംഘപരിവാറിൻ്റെ നുണ ഉൽപ്പാദക ഫാക്ടറികളെ നാണിപ്പിക്കും വിധമുള്ള അവാസ്തവങ്ങൾ കൊണ്ട് പൊതുസമൂഹത്തിൽ ഛിദ്രത തീർക്കുകയല്ല വേണ്ടതെന്നും മുഖപ്രസംഗം വിമർശിക്കുന്നു. ഏറെക്കാലമായി ക്രൈസ്തവ മുസ്ലിം മതപ്രീണനം കോൺഗ്രസിൻ്റെ മാത്രം കുത്തകയായിരുന്നു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും തടവറയിലായിരുന്ന കോൺഗ്രസ് വിദ്യാഭ്യാസ, വ്യവസായ, പൊതുമരാമത്ത്, ധനവകുപ്പുകൾ പിടിച്ചു വാങ്ങി വേണ്ടപ്പെട്ടവരെ താക്കോൽ സ്ഥാനങ്ങളിൽ നിയമിച്ച് കേരളത്തിൻ്റെ പൊതുസ്വത്ത് സ്വന്തം മതങ്ങൾക്കായി അവർ വീതം വെച്ചു നൽകിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. അതിൻ്റെ ഉന്നതി ഇരു മതക്കാർക്കും എല്ലാ രംഗത്തുമുണ്ടായി. പുറംപോക്കിലേക്ക് പോയത് ഹിന്ദുക്കളായിരുന്നു. ഇടത് ഭരണം വരുമ്പോൾ മാത്രമാണ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് എന്തെങ്കിലും പരിഗണന ലഭിച്ചിരുന്നത്. കുറച്ചു നാളായി ആ പരിഗണനയും നഷ്ടമായെന്ന് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. ഇടതുപക്ഷവും ന്യൂനപക്ഷ പ്രീണനം പ്രധാന അജണ്ടയാക്കി. ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ അവഗണിച്ച് ഇന്നലെ വന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി പാർട്ടി പദവികൾ ഡബിൾ ട്രിപ്പിൾ പ്രമോഷനുകൾ നൽകി. നേതൃനിരയിലും സ്ഥാനമാനങ്ങളിലും ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം നാമധാരികളായി നിറഞ്ഞുവെന്നും വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞു. പൗരത്വ നിയമത്തിനും ഏക സിവിൽ കോഡിനുമെതിരെയും പാലസ്തീൻ പ്രക്ഷോഭത്തിലും മുന്നിൽ നിന്ന് പോരാടിയത് CPM അണികളാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഹൈന്ദവ ബിംബങ്ങളെ അവഹേളിച്ചുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. ഇതിനു മറുപടിയായാണ് സമസ്ത തങ്ങളുടെ മുഖപത്രത്തിൽ എഡിറ്റോറിയൽ എഴുതിയത്. എന്നാൽ മുഖപത്രം മാധ്യമങ്ങളിൽ വാർത്തയായതോടെ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന പോലെ വെള്ളാപ്പള്ളിയുടെ മറുപടിയും വന്നു. താൻ വർഗീയത വിളമ്പുന്നുവെന്ന സമസ്ത മുഖപത്രത്തിൻ്റെ വിമർശനത്തിന് പുല്ലുവിലയെ കൽപ്പിക്കുന്നുള്ളൂവെന്ന് വെള്ളാപ്പള്ളി പ്രതികരിച്ചു. ആർക്കാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടിയതെന്ന് സാമൂഹിക സാമ്പത്തിക സർവേ നടത്തിയാൽ വ്യക്തമാകുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 14% നായന്മാരാണ്, 23% ഈഴവർ. എന്നാൽ അധികാരത്തിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിലും സ്വകാര്യ മേഖലയിലും സവർണാധിപത്യം തുടരുകയായിരുന്നുവെന്ന് സമസ്തയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നു. ഈ അന്തരം തുലനം ചെയ്യാൻ വെള്ളാപ്പള്ളിക്ക് ധൈര്യമുണ്ടോ എന്നാണ് സുപ്രഭാതം പത്രം ചോദിക്കുന്നത്. അതിനു തയ്യാറാണെങ്കിൽ ആരാണ് ഈഴവരുടെയും ദളിതരുടെയും മുസ്ലിങ്ങളുടെയും പിന്നോക്ക ക്രൈസ്തവരുടെയും അവസരം തട്ടിയെടുത്തതെന്ന് മനസ്സിലാക്കാനാകും എന്നും അതിനൊന്നും തയ്യാറാകാതെ മുസ്ലിം വിരുദ്ധത ഈഴവരിലേക്ക് കൂടി പടർത്താനാണ് വെള്ളാപ്പള്ളിയുടെ കുടില തന്ത്രമെന്നും മുഖപ്രസംഗം വിമർശിക്കുന്നു. രാജ്യസഭയിലെ പ്രാതിനിധ്യം പരിശോധിക്കുന്ന വെള്ളാപ്പള്ളി നടേശന് മുന്നിലേക്ക് ലോക്സഭാ അംഗങ്ങളുടെയും കേരള മന്ത്രിസഭയിലെ പ്രാതിനിധ്യത്തിൻ്റെയും കണക്കുകൾ മുഖപ്രസംഗം മുന്നോട്ട് വയ്ക്കുന്നു. കേരളത്തിൽ നിന്ന് ആകെ 3 മുസ്ലിം അംഗങ്ങൾ മാത്രമാണ് ലോക്സഭയിലുള്ളത്. കേന്ദ്ര ക്യാബിനറ്റിൽ ഒരു മുസ്ലിം പോലുമില്ല. അതുപോലെ കേരള മന്ത്രിസഭയിൽ ആകെ ഉള്ളത് 2 മുസ്ലിം മന്ത്രിമാരാണ്. ശേഷം രാജ്യത്തിൻ്റെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസവും സാമൂഹികവുമായ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഉദ്ധരിക്കുന്ന മുഖപ്രസംഗം കുറച്ചുകൂടി കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ളവരെ അപേക്ഷിച്ച് മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ളവർ കുറവാണ് എന്നും ഒരു സർക്കാർ വകുപ്പിലും 13% അധികം പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നും സുപ്രഭാതം ഓർമ്മപ്പെടുത്തുന്നു. ഈഴവരും മുസ്ലിങ്ങളും കേരളത്തിൽ ഒരുപോലെ പിന്നോക്കാവസ്ഥ നേരിടുന്നവരാണെന്നും ഇരു വിഭാഗങ്ങൾക്കും അർഹതപ്പെട്ട അവസരങ്ങൾ ശരിക്കും ആരാണ് തട്ടിയെടുക്കുന്നതെന്ന് മനസ്സിലാക്കാതെയാണ് സവർണ സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളാപ്പള്ളിയുടെ വിടുപണിയെന്നും സുപ്രഭാതം വിമർശിക്കുന്നു. പാർട്ടിയുടെ ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ച് പിന്നോക്ക വോട്ടുകൾ BJPയിലേക്ക് പോയെന്ന് വിലപിക്കുമ്പോഴും
രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM-ഉം CPI-യും അവരെ വീണ്ടും അവഗണിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി വെളിപ്പെടുത്തിയിരുന്നു. CPI-യുടെ സീറ്റ് മുസ്ലിമിനും CPM-ൻ്റേത് ക്രൈസ്തവനും വിളമ്പി. UDF ആകട്ടെ പതിവ് പോലെ തന്നെ മുസ്ലിം ലീഗിന് സമർപ്പിച്ചു. രണ്ട് മുന്നണിയിലും ഭൂരിപക്ഷ സമുദായം പടിക്ക് പുറത്തായെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. ഈ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിനാണ് ഇപ്പോൾ ചില മുസ്ലിം സംഘടനകളും നേതാക്കളും SNDP യോഗത്തെയും തന്നെയും വർഗീയ പട്ടം ചാർത്തി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. ഒരു മുസ്ലിം നേതാവ് നവോത്ഥാന സമിതി നേതൃസ്ഥാനം രാജിവെച്ചു. മറ്റു ചിലർ ധവളപത്രം ഇറക്കാൻ സർക്കാരിനെ വെല്ലുവിളിക്കുന്നു. ഇരട്ട മുഖമുള്ള ഈ മതേതരവാദികൾ ഗൾഫിൽ ചെല്ലുമ്പോൾ നടത്തുന്ന തീവ്രവാദ പ്രസംഗങ്ങളെല്ലാം കേരളം നവമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ്. അവരാണ് യാഥാർത്ഥ്യം പറഞ്ഞതിനെ തന്നെ വിമർശിക്കുന്നതെന്നും വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ശ്രീനാരായണ സർവകലാശാല ഉൾപ്പെടെ സംസ്ഥാനത്തെ 14 സർവകലാശാലകളിൽ VC-മാരെ നിയമിച്ചപ്പോൾ ഈഴവ സമുദായം അവഗണിക്കപ്പെട്ടുവെന്നും വെള്ളാപ്പള്ളി പറയുന്നു. പബ്ലിക് സർവീസ് കമ്മീഷനിലെ 20 അംഗങ്ങളിൽ പിന്നോക്കക്കാരുടെ എണ്ണം നാമമാത്രം. 5 ദേവസ്വം ബോർഡുകളിലെ കാര്യവും സമാനമാണ്. R. ശങ്കറിന് ശേഷം ഈഴവ സമുദായത്തിന് അനുവദിച്ച എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിരലിൽ എണ്ണാൻ പോലും ഇല്ല. മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വാരിക്കോരി നൽകുകയും ചെയ്തുവെന്നും വെള്ളാപ്പള്ളി പറയുന്നു. സംസ്ഥാനത്തെ ദരിദ്രരിലും പുറമ്പോക്ക് കോളനി നിവാസികളിലും തൊഴിലുറപ്പുകാരിലും ഹരിതസേനക്കാരിലും ഭൂരിഭാഗവും പിന്നോക്ക പട്ടിക വിഭാഗക്കാരാണ്. സംസ്ഥാനത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ 1% പോലും പിന്നോക്ക സമുദായ ക്ഷേമ വകുപ്പിന് നീക്കിവച്ചിട്ടില്ല. സംഘടിതരല്ലാത്തതും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ഇറങ്ങാത്തതുമാണ് അവരുടെ ശാപം. ഇടതുപക്ഷവും അവഗണിക്കുകയാണെന്ന പിന്നോക്ക പട്ടിക വിഭാഗക്കാരുടെ തിരിച്ചറിവിൻ്റെ പ്രതിഫലനമാണ് ഇത്തവണയും 20-ൽ 1 സീറ്റിലേക്ക് മാത്രം ഇടതുമുന്നണി ഒതുങ്ങിയതെന്നും വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിൻ്റെയൊക്കെ മറുപടിയായാണ് സമസ്ത അവരുടെ മുഖപത്രത്തിൽ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞ ഓരോ വാക്കുകൾക്കും കൃത്യമായ മറുപടി തന്നെയാണ് സമസ്ത എഡിറ്റോറിയലിൽ എഴുതിയിരിക്കുന്നത്.